ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ചെയിനെ കുറിച്ചാണ്. സോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നമ്മുടെ സെല്ലിനകത്തെ മൈറ്റോകോൺഡ്രിയൽ അകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ETC അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. അതൊരു പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. കുറെ പ്രോട്ടീൻ കോംപ്ലക്സ് ചേരുന്നതാണ് ETC എന്ന് പറയുന്നത്. 4 കോംപ്ലക്സുകളാണ് അതിനകത്തുള്ളത്. കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3 ആൻഡ് കോംപ്ലക്സ് 4. സോ ഈ കോംപ്ലക്സുകൾ ഇരിക്കുന്നത് നമ്മുടെ മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ്. ഓക്കെ, ഞാനിപ്പം ഇവിടെ മൈറ്റോകോൺഡ്രിയയുടെ ഇന്റർ മെംബ്രെയിൻ സ്പേസും അതുപോലെ തന്നെ മെട്രിക്സും ഇനി ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്, ദാറ്റ് ഇസ് IMM. IMM സ്റ്റാൻഡ്സ് ഫോർ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. സോ ഈ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന 4 കോംപ്ലക്സ്, ദാറ്റ് ഇസ് കോംപ്ലക്സ് 1, then complex 3 and complex 4. ഇനി സെക്കൻഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സിനകത്താണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദിസ് ഇസ് IMM. അപ്പൊ അതിനകത്ത് ലിപ്പിഡ് ബൈലെയർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ലിപ്പിഡ് ബൈലെയറിന് ഓരോ പൊസിഷനിലും ഈ പറയുന്ന 1, 3, 4 ഇതെല്ലാം ഫിക്സ്. ഇനി നമുക്ക് ആ ETCയിലുള്ള 4 കോംപ്ലക്സുകൾ ഏതാണെന്നും അതിന്റെ പേരെന്താണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് കോംപ്ലക്സ് 1. കോംപ്ലക്സ് 1ന്റെ പേരാണ് NADH, ഡീഹൈഡ്രോജനേസ്. Then complex 2, complex 2ന്റെ പേര് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. സോ ഈ കോംപ്ലക്സ് 2ന്റെ പേര് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. സോ ഈ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം നമ്മുടെ TCA സൈക്കിളിൽ ആക്ട് ചെയ്യുന്ന ഒരു എൻസൈം ആണ്. സോ TCA സൈക്കിൾ നടക്കുന്നത് നമ്മുടെ മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സിനകത്താണ്. സോ അതുകൊണ്ടാണ് ഈ കോംപ്ലക്സ് 2 എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സിനകത്താണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. Then comes our complex 3. Complex 3യുടെ പേരാണ് സൈറ്റോക്രോം B2C1. Then last complex, that is complex 4, cytochrome A2, A3. അപ്പം ഇതാണ് 4 കോംപ്ലക്സസ്. അപ്പം ഈ 4 കോംപ്ലക്സിൽ 3 അതായത് 1, 3 and 4 ഇത് നമ്മുടെ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ ഫിക്സഡ് ആണ്. സെക്കൻഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത് മെട്രിക്സിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ കോംപ്ലക്സ് അതായത് ഫിക്സഡ് കോംപ്ലക്സ് കൂടാതെ തന്നെ ETCയിൽ കുറച്ച് മൊബൈൽ ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ട്. അപ്പം 3 മൊബൈൽ ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ് നമ്മുടെ ETCയിൽ ഉള്ളത്. സോ ആദ്യത്തെ മൊബൈൽ ഇലക്ട്രോൺ കാരിയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ കോംപ്ലക്സ് 1 ആൻഡ് കോംപ്ലക്സ് 3. സോ കോംപ്ലക്സ് 1നും 3നും ഇടയ്ക്കുള്ള മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആണ് ഈ Q എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് കോഎൻസൈം Q. ഇനി രണ്ടാമത്തെ മൊബൈൽ ഇലക്ട്രോൺ കാരിയർ എന്ന് പറയുന്നത് C ആണ്. C സ്റ്റാൻഡ്സ് ഫോർ സൈറ്റോക്രോം ഓക്സിഡേസ്. സോ അതിന്റെ പ്ലേസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് 3ക്കും അതുപോലെ തന്നെ കോംപ്ലക്സ് 4നും ഇടയിലുള്ളതാണ് C എന്ന് പറയുന്ന മൊബൈൽ ഇലക്ട്രോൺ കാരിയർ. ഇറ്റ് ഇസ് നോൺ ആസ് സൈറ്റോക്രോം C. ഇനി 4th കോംപ്ലക്സിന് ശേഷം വരുന്ന മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആണ് ഓക്സിജൻ അല്ലെങ്കിൽ O2, മോളിക്കുലർ ഓക്സിജൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി മൊബൈൽ ഇലക്ട്രോൺ കാരിയേഴ്സ്. ഫസ്റ്റ് വൺ ഇസ് Q. Q സ്റ്റാൻഡ്സ് ഫോർ കോഎൻസൈം Q. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് യൂബിക്വിനോൺ. Then second mobile electron carrier is C. C stands for cytochrome oxidase. Then third one is O2. O2 stands for molecular oxygen. ഇനി എങ്ങനെയാണ് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു പമ്പിങ്ങും കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ പമ്പിംഗ് എന്ന് പറയുന്നത് H+ അയൺസ് അല്ലെങ്കിൽ പ്രോട്ടോൺസിന്റെ പമ്പിംഗ് ആണ്. അപ്പൊ ആ പമ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സിൽ നിന്നും ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്കാണ്. അപ്പൊ ഇത് നമുക്ക് അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ഇൻ കോംപ്ലക്സ് 1, സോ കോംപ്ലക്സ് 1ന്റെ പേര് NADH, ഡീഹൈഡ്രോജനേസ് എന്നാണ്. സോ ആ കോംപ്ലക്സ് 1നകത്ത് നടക്കുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഹിയർ NADH2 ബിക്കംസ് NAD+ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഈ NADH2 NAD+ എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ മെട്രിക്സിനകത്ത് നടക്കുന്ന കുറെ മെറ്റബോളിക് പ്രോസസ് ഉണ്ട്. അപ്പം അതിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ TCA സൈക്കിളാണ്. ഓക്കെ, TCA സൈക്കിൾ അതുപോലെ തന്നെ ബീറ്റ ഓക്സിഡേഷൻ ഇങ്ങനെ പറയുന്ന പ്രോസസ്സിലൂടെ കിട്ടുന്നതാണ് ഈ NADH2 ബിക്കംസ് NAD+. ആക്ച്വലി ആ ഒരു മെറ്റബോളിക് പ്രോസസ്സിൽ NAD+ ബിക്കംസ് NADH2 ആയിട്ടാണ് മാറുന്നത്. NAD+ ബിക്കംസ് NADH2 ആണ്. പക്ഷെ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് വരുമ്പോൾ ഇൻസൈഡ് ദിസ് കോംപ്ലക്സ് 1ൽ വെച്ച് തിരിച്ചുള്ള കൺവേർഷൻ ആണ് അവിടെ പോസിബിൾ ആവുന്നത്. ദാറ്റ് ഇസ് NADH2 ബിക്കംസ് NAD+. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും 2 ഹൈഡ്രജൻ ആറ്റംസ് നമുക്ക് അവിടെ കിട്ടുകയാണ്. സോ ആ 2 ഹൈഡ്രജൻ ആറ്റംസ് എങ്ങോട്ടേക്ക് ചെല്ലും? ഈ കോംപ്ലക്സ് 1നകത്തേക്ക് ചെല്ലും. സോ ഇൻസൈഡ് ദിസ് കോംപ്ലക്സ് 1 ആ 2 ഹൈഡ്രജൻ ആറ്റം എന്നുള്ളത് പ്രോട്ടോൺസും ഇലക്ട്രോൺസും ആയിട്ട് മാറും. സോ ഹിയർ 2 ഹൈഡ്രജൻ ആറ്റം എന്നുള്ളത് 2 പ്രോട്ടോൺസും 2 ഇലക്ട്രോൺസും ആയിട്ട് മാറുന്നു.
സോ ആ കോംപ്ലക്സ് 1 വെച്ച് ആ 2 ഹൈഡ്രജൻ ആറ്റത്തിന് എന്താണ് സംഭവിക്കുന്നത്? സോ ഹിയർ ആ 2 ഹൈഡ്രജൻ ആറ്റം എന്നുള്ളത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ആയിട്ട് മാറുന്നു. അതായത് 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, സോ 2 ഇലക്ട്രോൺസും 2 പ്രോട്ടോൺസും ആയിട്ട് മാറുന്നു. ഇനി ഈ 2 ഇലക്ട്രോൺസ് കോംപ്ലക്സിനകത്ത് ഇരിക്കുകയാണ്. ആ 2 ഇലക്ട്രോൺസ് ഈ കോംപ്ലക്സ് 1 നിന്നും നേരെ അത് കോംപ്ലക്സ് 3 എത്തും. അപ്പം ആ 3 എത്തിക്കുന്നത് ഇൻ ബിറ്റ്വീൻ വരുന്ന ആ ഒരു കോയിൻസൈൻ ക്യൂ, ഒരു മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ഉണ്ടെന്ന് പറഞ്ഞു. സോ ആ മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആണ് അത്. അതിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂവബിൾ ആണ്. ഓക്കെ, ബാക്കി കോംപ്ലക്സ് എല്ലാം ഇവിടെ ഫിക്സഡ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇൻ ബിറ്റ്വീൻ വരുന്ന ഈ പറയുന്ന മൊബൈൽ ഇലക്ട്രോൺ കാരിയേഴ്സ് ഇവരെല്ലാവരും തന്നെ മൂവബിൾ ആയതുകൊണ്ട് അവർക്ക് എങ്ങോട്ടൊക്കെ വേണമെങ്കിലും മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ കോയിൻസൈൻ ക്യൂ എന്ത് ചെയ്യും? കോംപ്ലക്സ് 1 ആ ഒരു ഇലക്ട്രോൺസ്, അതായത് 2 ഇലക്ട്രോൺസിനെ മേടിച്ചിട്ട് നേരെ അത് എവിടെ കൊണ്ടുപോയി കൊടുക്കും? കോംപ്ലക്സ് 3 കൊടുക്കും. ഇനി കോംപ്ലക്സ് 3 നിന്നും ആ ഇലക്ട്രോൺസിനെ എവിടെ എത്തിക്കണം? കോംപ്ലക്സ് 4 എത്തിക്കണം. അങ്ങനെ കോംപ്ലക്സ് 4 എത്തിക്കുന്ന എൻസൈം ആ ഒരു മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആണ് സൈറ്റോക്രോം C എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ കോംപ്ലക്സ് 1 ആ 2 ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്തത്. അപ്പൊ ബാക്കി നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തുണ്ട്? 2 H+ അയൺസ് ഉണ്ട്, അല്ലെങ്കിൽ 2 പ്രോട്ടോൺസ് ഉണ്ട്. സോ ആ പ്രോട്ടോൺസിന് നേരെ എങ്ങോട്ടേക്ക് എത്തും? നമ്മുടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എത്തിക്കും ത്രൂ ദിസ് കോംപ്ലക്സ് 1. അപ്പം ഈ കോംപ്ലക്സ് 1 എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോട്ടോൺസിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അതായത് മെട്രിക്സിൽ നിന്നും ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 2 H+ അയൺ ഇപ്പൊ എവിടെ എത്തി? നമ്മുടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എത്തി. ഇനി ബാക്കി വരുന്ന 2 ഇലക്ട്രോൺസ് എന്നുള്ളത് ഈ പറയുന്ന പ്രോട്ടീൻ കോംപ്ലക്സുകളിലെ മൂവ് ചെയ്ത് ലാസ്റ്റ്ലി അത് 4th കോംപ്ലക്സിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് കോംപ്ലക്സ് 2 എന്താണ് നടക്കുന്നതെന്നുള്ളത് നോക്കാം. സോ ദിസ് ഇസ് കോംപ്ലക്സ് 2. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. സോ ഈ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞ എൻസൈം PCA സൈക്കിളിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ കോംപ്ലക്സ് 2 എന്നുള്ളത് എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? മെട്രിക്സിനകത്താണ് നമുക്ക് ഈ കോംപ്ലക്സ് 2 കാണാൻ പറ്റുക. സോ ഈ പറയുന്ന എൻസൈം, അതായത് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്, PCA സൈക്കിളിൽ സക്സിനേറ്റിനെ ഫ്യൂമറേറ്റ് ആക്കും. ഒപ്പം തന്നെ FAD+ തിരിച്ച് FADH2 ആക്കിയിട്ട് മാറ്റും. പക്ഷെ നമ്മൾ TC വരുമ്പോൾ, അതായത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് വരുമ്പോഴത്തേക്കും തിരിച്ചുള്ള കൺവേർഷൻ ആണ് പോസിബിൾ ആക്കുന്നത്. അതായത് FADH2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? FAD+ ആയിട്ട് മാറും. സോ അവിടെ 2 ഹൈഡ്രജൻ ആറ്റത്തിനെ നമുക്ക് കിട്ടുകയാണ്. സോ ഇൻസൈഡ് ദിസ് കോംപ്ലക്സ് 2 ആ 2 ഹൈഡ്രജൻ ആറ്റം എന്നുള്ളത് ഈ ഒരു പ്രോസസ് സംഭവിക്കുകയാണ്. അത് പ്രോട്ടോൺസും ഇലക്ട്രോൺസും ആയിട്ട് മാറും. അതായത് 2 ഇലക്ട്രോൺസും 2 പ്രോട്ടോൺസും ആയിട്ട് മാറും. സോ ആ 2 ഇലക്ട്രോൺസിനെ നമ്മുടെ കോയിൻസൈൻ ക്യൂ, നേരത്തെ പറഞ്ഞ മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആയിട്ടുള്ള കോയിൻസൈൻ ക്യൂ, അത് മൂവബിൾ ആണെന്ന് പറഞ്ഞു. സോ അത് എന്ത് ചെയ്യും? അത് മൂവ് ചെയ്ത് ഈ കോംപ്ലക്സ് 2 വന്ന് ഇതിനകത്തുള്ള 2 ഇലക്ട്രോൺസിനെ മേടിച്ച് തിരിച്ച് എങ്ങോട്ടേക്ക് കൊണ്ടുകൊടുക്കും? കോംപ്ലക്സ് 3 കൊണ്ടുകൊടുക്കും. ഇനി കോംപ്ലക്സ് 3 നിന്നും ആ 2 ഇലക്ട്രോൺസ് എവിടെ എത്തും? നമ്മുടെ കോംപ്ലക്സ് 4 എത്തിക്കും. ആര്? ഇൻ ബിറ്റ്വീൻ വരുന്ന മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആയിട്ടുള്ള സൈറ്റോക്രോം C വന്ന് ആ 2 ഇലക്ട്രോൺസിനെ 4th കോംപ്ലക്സിലേക്ക് എത്തിക്കും. ഇനി ബാക്കി ഇവിടെ എന്തുണ്ട്? 2 പ്രോട്ടോൺസ് ഉണ്ട്. ആ 2 പ്രോട്ടോൺസിനെ നേരെ ഇതുവഴി മൂവ് ചെയ്യിപ്പിക്കും. കോംപ്ലക്സ് 3 മൂവ് ചെയ്ത് അത് എവിടെ എത്തും? ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എത്തും. ആ 2 H+ അയൺസ്. സോ ഇപ്പൊ നമ്മുടെ 4th കോംപ്ലക്സിൽ 4 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെ ആ 4th കോംപ്ലക്സിനകത്ത് 4 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെട്രിക്സിൽ നിന്നും 6 H+ അയൺസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? നമ്മുടെ 4th കോംപ്ലക്സിനകത്തേക്ക് മൂവ് ചെയ്യും. സോ 4th കോംപ്ലക്സിൽ ഈ 6 H+ അയൺസ് വരുമ്പോഴത്തേക്കും അവിടെ ഒരു റിയാക്ഷൻ നടക്കുകയാണ്. അതായത് 6 H+ അയൺസ്, ഓക്കെ, 6 H+ അയൺസ് ഇപ്പൊ എവിടെ വന്നിരിക്കുകയാണ്? 4th കോംപ്ലക്സിലേക്ക് എത്തും. സോ ഇൻസൈഡ് ദിസ് 4th കോംപ്ലക്സ് എന്തുണ്ട്? 4 ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്. പ്ലസ് ഇനി നമ്മുടെ 3ാമത്തെ മൊബൈൽ ഇലക്ട്രോൺ കാരിയർ, അതായത് മോളിക്കുലാർ ഓക്സിജൻ. ആ മോളിക്കുലാർ ഓക്സിജൻ ഇവരുടെ കൂടെ റിയാക്ട് ചെയ്യാണ്. റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ഇലക്ട്രോൺസും അതുപോലെ തന്നെ ഈ 6 H+ നിന്നും 4 H+ അയൺസ്, അതായത് ഫ്രം 6 H+, 4 H+ അയൺസ് എടുക്കും, ദെൻ 4 ഇലക്ട്രോൺസ് എടുക്കും, ദെൻ O2. ഓക്കെ, ഇത്രയും റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2H2O, അതായത് 2 വാട്ടർ മോളിക്യൂൾസ് അവിടെ കിട്ടുകയാണ്. സോ ഈ 6 H+ നിന്നും നമ്മൾ എടുത്തിരിക്കുന്ന എത്രയാണ്? 4 H+ അയൺസ് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം ആ 4th കോംപ്ലക്സിൽ ഓൾറെഡി 4 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പൊ 4 ഇലക്ട്രോൺസിന് ഇക്വലന്റ് ആയിട്ടാണ് നമ്മൾ ഈ 6 H+ നിന്നും 4 H+ എടുത്തിരിക്കുന്നത്. സോ അവരും ലാസ്റ്റ്ലി വരുന്ന നമ്മുടെ മോളിക്കുലാർ ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് ഫൈനലി നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2H2O ആണ്. അതായത് 2 വാട്ടർ മോളിക്യൂൾ ആണ്.
ഇനി ഇവിടെ ഈ 6H+ നിന്നും 4H+ ആക്കുമ്പോഴത്തേക്കും ബാക്കി വരുന്ന 2H+ അയൺസ് എന്നുള്ളത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? നമ്മുടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് ഈ 4th കോംപ്ലക്സിൽ നിന്നും അത് മൂവ് ചെയ്യും. സോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അല്ലെങ്കിൽ ETC അല്ലെങ്കിൽ റെസ്പിറേറ്ററി ചെയിൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലാസ്റ്റ്ലി കിട്ടുന്ന ഇതെന്ന് പറയുന്നത് മോളിക്കുലാർ ഓക്സിജനിൽ റിഡക്ഷൻ സംഭവിക്കുകയാണ്. വാട്ട് ഈസ് റിഡക്ഷൻ? റിഡക്ഷൻസ് മീൻ അഡീഷൻ ഓഫ് ഹൈഡ്രോജൻ ആറ്റം. സോ ഹൈഡ്രോജൻ ആറ്റം ഈ ഓക്സിജനിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഫൈനലി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടന്ന് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത്. സോ ഇവിടെ 2 H2O മോളിക്യൂൾ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത് 4 കോംപ്ലക്സ് ചേരുന്നതാണ്, അതായത് 1, 2, 3 and 4. സോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക്, അതായത് ഇലക്ട്രോൺസ് ഈ ഓരോ കോംപ്ലക്സിലൂടെ മൂവ് ചെയ്ത് ഫൈനലി ഈ 4th കോംപ്ലക്സിലേക്ക് എത്തുമ്പോഴത്തേക്കും ലാസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് മോളിക്കുലാർ ഓക്സിജൻ എന്ന് പറയുന്ന മൊബൈൽ ഇലക്ട്രോൺ കാരിയറിന് റിഡക്ഷൻ സംഭവിച്ച് അത് വാട്ടർ മോളിക്യൂൾ ആവുകയാണ്. സോ ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാണ് there is a pumping of H+ ions. Okay, H+ ionsന്റെ പമ്പിങ് അല്ലെങ്കിൽ പ്രോട്ടോൺസിന്റെ പമ്പിങ് കൂടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്നതിനോടൊപ്പം ഉണ്ട്. അതായത് ഈ മെട്രിക്സിൽ നിന്നും ഈ ഓരോ H+ ions, ഓക്കെ, ഓരോ സ്റ്റെപ്പിനകത്ത് 2H+ ion, 2H+ ion, 2H+ ion, അങ്ങനെ ടോട്ടലി 6H+ ions എന്ത് ചെയ്യുന്നുണ്ട്? മെട്രിക്സിനകത്ത് നിന്നും ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എത്തുന്നുണ്ട്. സോ അങ്ങനെ ഈ പ്രോട്ടോൺസിന്റെ മൂവ്മെന്റ് വഴി ആക്ച്വലി ഇവിടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ H+ അയൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ ടോട്ടലി എത്ര കിട്ടും? ഒരു 6H+ അയൺസ് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടും. സോ ഇങ്ങനെ അവിടെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ആവുകയാണ്. സോ ആ പ്രോട്ടോൺ ഗ്രേഡിയന്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 5ാമത്തെ കോംപ്ലക്സ്, ആക്ച്വലി ഈ 5th കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഇൻക്ലൂഡഡ് അല്ല. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ കഴിഞ്ഞു വരുന്ന ഒരു കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് 5 എന്ന് പറയുന്നത്. സോ ആ കോംപ്ലക്സ് 5ന്റെ പേരാണ് ATP സിന്തേസ് എന്ന് പറയുന്നത്. സോ ഈ H+ അയൺസിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യും. ആ പ്രോട്ടോൺ ഗ്രേഡിയന്റ് 5th കോംപ്ലക്സ് ആയിട്ടുള്ള ATP സിന്തേസിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ഇൻസൈഡ് ദിസ് കോംപ്ലക്സ് 5 ADPയും അതുപോലെ തന്നെ ഫോസ്ഫേറ്റും കൂടെ കമ്പൈൻ ചെയ്ത് ATP ജനറേറ്റ് ചെയ്യാം. ഓക്കെ, സോ ETCയുടെ കോംപ്ലക്സുകൾ അതായത് 1, 2, 3 and 4. സോ ഇത്രയും കോംപ്ലക്സ് ചേരുന്നതാണ് ETC എന്ന് പറയുന്നത്. ഇനി ETCയുടെ കൂടെ നമ്മുടെ 5th കോംപ്ലക്സ്, അതായത് ATP സിന്തേസ് എന്ന് പറഞ്ഞു, ആ ATP സിന്തേസ് എന്ന് പറയുന്ന 5th കോംപ്ലക്സും കൂടെ ഇതിനകത്ത് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് 5th കോംപ്ലക്സിൽ നടക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ADPയും അതുപോലെ തന്നെ ഫോസ്ഫേറ്റും കൂടെ കമ്പൈൻ ചെയ്ത് ATP സിന്തസൈസ് ചെയ്യുന്നത്. സോ ഈ ETCയുടെ കൂടെ, അതായത് 4 കോംപ്ലക്സിന്റെ കൂടെ 5ാമത്തെ കോംപ്ലക്സ്, ഓക്കെ, 5ാമത്തെ കോംപ്ലക്സ് ദാറ്റ് ഈസ് ATP സിന്തേസ്, അവിടെ നടക്കുന്നത് ADP + PI ആണ്. സോ ഇവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കുമാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. സോ ഫൈനലി ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ATPയുടെ മോളിക്യൂൾസിനെ നമുക്ക് സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റും.